ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ ചന്ദ്രയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതിയും വർഷയും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയും ശ്രീകാന്തും തമ്മിലും വഴക്കാണ്. ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. പോരാത്തതിന് ചന്ദ്ര ചെന്നിട്ട് മഹിമയെ എരിവ് കയറ്റി മഹിമയാണെങ്കിൽ പിടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രേവതിയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. മഹിമയ്ക്ക് നല്ല കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഭരിക്കാനായിട്ട് വരരുതെന്നും നിങ്ങളുടെ പണം കണ്ടിട്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നോണെന്ന് രേവതി താക്കീത് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം നമ്മുടെ ശ്രുതിയുടെ കുറേ കാര്യങ്ങളാണ് വരുന്നത്. ശ്രുതിയുടെ അമ്മ ഹോസ്പിറ്റലിലാവാണ്. അങ്ങനെ ശ്രുതി അവിടെ പോകുന്നൊക്കെയുണ്ട്. അതുപോലെ സച്ചിയും രേവതിയും കൂടി പോകുന്നുണ്ട് ശ്രുതിയുടെ കുഞ്ഞിനെ കാണാനായിട്ട്, ആദിയെ കാണാൻ. ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയുടെ അമ്മ വിമലയോട് ചോദിക്കുകയാണ്, ആദിയെ ഞങ്ങൾ ദത്തെടുത്തോട്ടെ എന്ന്. അപ്പോൾ വിമല ഒരു മൗന സമ്മതമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതിയും സച്ചിയും ഒക്കെ നന്നായിട്ട് തകർത്തഭിനയിക്കുകയാണ്. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ വിമല ആശുപത്രിയിലാകുകയാണ്. ശ്രുതിയെ വിളിച്ച് ഈ വിവരം മീര പറയുന്നുണ്ട്. എടി, നിൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മ ഹോസ്പിറ്റലിലാന്ന് പറയുക. അപ്പോൾ ഇത് കേൾക്കുമ്പം ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഇന്ന് എന്തായാലും ഷോപ്പിലേക്ക് പോകുന്നില്ല, ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം, ശ്രുതിയോട് എന്തെങ്കിലുമൊക്കെ കളത്തരം പറയാം എന്ന് വിചാരിച്ച് ശ്രുതിയോട് തൽക്കാലം ഒന്നും പറയാതെ തന്നെ അവിടുന്ന് പോവാണ് കേട്ടോ ശ്രുതി. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് നമ്മുടെ വിമല. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ, എന്താ പറ്റിയത്? അമ്മയ്ക്കിപ്പം ഇങ്ങനെ തലകറങ്ങി വീണാൻ എന്താ പ്രശ്നം? അമ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷനൊന്നുമില്ലാതെ നടക്കണ്ടേ? അങ്ങനെ ടെൻഷനായിട്ട് എന്താ കാര്യം? ഇതിപ്പോൾ ഞാൻ എന്ത് പാടുപെട്ടോ ഇങ്ങോട്ട് ഓടി വന്നേന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അമ്മ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ കൊണ്ടാണ് തലകറങ്ങി വീണതെന്നും BP കൂടിയെന്നും ഒക്കെ ഡോക്ടർ പറഞ്ഞെന്ന് പറയാം. അപ്പോൾ വിമല പറയുന്നുണ്ട്, അതെന്താ കല്യാണി നീ അങ്ങനെ പറയുന്നത്? എനിക്ക് ടെൻഷൻ ഇല്ലാതെ ഇരിക്കുമോ? നിൻ്റെ ഈ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പം എനിക്ക് നല്ല ടെൻഷനുണ്ട്. മോനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ടെൻഷനുണ്ട്. അതുപോലെ നീ എത്ര നാൾ ഈ സത്യം മറച്ചു വെച്ച് അവിടെ ജീവിക്കും? നീ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് മോനെ സ്വീകരിക്കുന്നവരെ എനിക്ക് നല്ല ടെൻഷനാ, വിഷമവും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഓർത്തൊന്നും അമ്മ വിഷമിക്കേണ്ട, അതൊക്കെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയിക്കോളും. അമ്മ ടെൻഷൻ അടിക്കാതിരുന്നോണം. ഇതിപ്പോൾ തന്നെ ശ്രുതിയോട് എന്തെല്ലാം കളത്തരം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതെന്നറിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അതേസമയം ശ്രുതിയാണെങ്കിൽ ഷോപ്പിൽ ചെല്ലുമ്പം അവിടെയാണ് ഈ ശ്രുതി ഇല്ല. അപ്പോൾ ശ്രുതി ഓർക്കോ ഇതെവിടെ പോയി ശ്രുതി എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ട് വരികയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് മീര വന്ന് കയറുമ്പം തന്നെ മീര ചോദിക്കുന്നുണ്ട് ശ്രുതിയോടെ, ശ്രുതി എവിടെ? അവളെ കാണാൻ വേണ്ടിയാണല്ലോ ഞാൻ വന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ശ്രുതി, അത് മീരയെ കാണാൻ വേണ്ടി വന്നിട്ടില്ലേ ശ്രുതി? മീരയെ കാണാനാണെന്നാണല്ലോ രാവിലെ പറയുന്നത് കേട്ടത്. ഷോപ്പിലേക്ക് വന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു മീരയുടെ അടുത്തുണ്ടാവും, അങ്ങോട്ട് പോന്നിട്ടുണ്ടാവും എന്ന് ഓർത്തു എന്ന് പറയാം. അപ്പോൾ മീര പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ വിളിക്കാം, ശ്രുതിയെ ഞാൻ വിളിക്കാമെന്ന് പറയാം. അപ്പോൾ ശ്രുതിയെ കോള് ചെയ്യുക ശ്രുതി. അപ്പോഴേക്കും ശ്രുതിയുടെ ഫോൺ കണ്ടുകൊണ്ട് ഞെട്ടി വിറച്ച്, എന്തിനാണോ ഇപ്പോൾ ശ്രുതി വിളിക്കുന്നത്? ഇനിയിപ്പോൾ എന്ത് കളത്തരാ പറയുന്നത്? മീരയുടെ അടുത്താണെന്ന് തന്നെ പറയാം എന്ന് ശ്രുതിയും വിചാരിക്കുക. അങ്ങനെ അങ്ങോട്ട് മാറി നിന്നിട്ട് സംസാരിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എവിടെയാ? നീ ഷോപ്പിലേക്കൊന്നും വന്നില്ലല്ലോ, ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാം, ഞാനിപ്പോൾ എവിടെയായിരിക്കും? ഞാൻ മീരയുടെ അടുത്ത് പോവാന്ന് ശ്രുതിയോട് പറഞ്ഞില്ലായിരുന്നോ? അങ്ങനെ മീരയുടെ അടുത്തുണ്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുക, നീ മീരയുടെ അടുത്ത് തന്നെ ഉണ്ടോ? ഉണ്ടെന്നേ, ഞാൻ മീരയുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാം, നീ നുണയല്ലേ പറയുന്നത്? മീരതേ നിന്നെ അന്വേഷിച്ച് ഇവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. വന്നിട്ട് ശ്രുതി അങ്ങ് പറയാതിരിക്കുക. അപ്പോഴേക്കും ശ്രുതി പറയാം, ശരി സത്യം, നീ അങ്ങനെ മീരയുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, അതെന്താ ശ്രുതി നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിനക്കൊരു ശബ്ദത്തിനൊക്കെ എന്താ ഒരു മാറ്റം? ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പം മീര അവിടെ നിൽപ്പുണ്ട്. അപ്പം മീര ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഉടനെ ശ്രുതി എന്താ ചെയ്യുന്നത്, മീരയെ വിളിക്കുക. മീരെ, ഞാൻ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിലാണ്, പക്ഷേ ഞാൻ ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കൂടെ ഉണ്ടെന്നാ. ശ്രുതി എങ്ങാനും നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ അങ്ങനെയേ പറയാവുള്ളൂ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. തൽക്കാലം സംസാരിക്കാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. നമ്മൾ പ്രത്യേക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയാം.
അപ്പോൾ ഉടനെ പെട്ടുപോയെന്ന അവസ്ഥയാവുകയാണ് നമ്മുടെ മീരയ്ക്ക്. മീര പറയാ, അയ്യോ ശ്രുതി, നീ എന്താ ഈ പറയുന്നത്? എന്താ നിനക്ക് അങ്ങനെ പറഞ്ഞാൽ പോരെ? എടി, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ നിങ്ങളുടെ ഷോപ്പിലുണ്ട്, ശ്രുതിയുടെ അടുത്തുണ്ട്. ഞാൻ അടുത്ത് നിൽക്കുമ്പോഴാ ശ്രുതി നിന്നെ വിളിച്ച് ഈ കാര്യം ചോദിച്ചതെന്ന് പറയാ. അപ്പോൾ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ ശ്രുതി മനസ്സിലോർക്കുക, ദൈവമേ, ശ്രുതി അറിഞ്ഞല്ലോ ഇപ്പം ഞാൻ മീരയുടെ അടുത്തില്ലെന്ന്. ഇനിയിപ്പം ഞാൻ എവിടെ പോയതാണെന്ന് എങ്ങനെ പറയും? എന്ത് പറഞ്ഞ് ഒപ്പിക്കും? വൈകിട്ടാവുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കാം എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുക, മീരയെ വിളിച്ചത് ആരാ? ശ്രുതിയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ മീര പറയാം, അതെ ശ്രുതിയാ. അല്ല, മീരയുടെ കൂടെയാണ് അവളെന്നാ എന്നോട് അവൾ പറഞ്ഞത്. ഇപ്പം അവൾ കള്ളം പറയാനും തുടങ്ങി. കള്ളം പറഞ്ഞ് അവൾ എവിടെ പോയതാണോ വാ എന്ന് ശ്രുതി ഇങ്ങനെ പറയാം. അപ്പം മീര പറയാ, കള്ളം പറഞ്ഞ് എവിടെ പോവാൻ? അല്ല, മീരയുടെ അടുത്താണെന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം മീര പറയാം, മീര എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അവളുടെ ഒരു ക്ലയൻ്റ് ഉണ്ട് മീര, ആ ക്ലയൻറ്റിൻ്റെ അടുത്തായിരിക്കും. അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടെന്നും ഒരു ഫംഗ്ഷൻ വരുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ടെന്നും ഒക്കെ പറഞ്ഞു. അവരുടെ അടുത്തായിരിക്കും. പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ബാക്കിയൊന്നും പറയാതിരുന്ന, ശരിയെന്നാൽ ഞാൻ പോട്ടെ, ശ്രുതി വരുമ്പോൾ ഞാൻ വരാവേ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് മീര തടി തപ്പുകയാണ്. അപ്പോഴും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഇവള് കള്ളം തന്നെയാണല്ലോ പറഞ്ഞത് എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട്. അങ്ങനെ മീരയാണെങ്കിൽ അമ്മയൊക്കെ കണ്ടിട്ട് ശ്രുതി അമ്മയൊക്കെ കണ്ടിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ട, വീട്ടിലേക്ക് ഡിസ്ചാർജ് ആക്കി പൊക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയെ ഡിസ്ചാർജൊക്കെ ആക്കി വീട്ടിൽ കൊണ്ടാക്കി കഴിയുമ്പം പറയുന്നുണ്ട് അമ്മയോട്, അമ്മേ ഏതായാലും ഇനി അമ്മ ടെൻഷൻ അടിച്ചൊന്നും വരുത്തി വെക്കരുത്. എൻ്റെ അവസ്ഥ അറിയാലോ, എനിക്ക് എപ്പോഴും ഓടി വരാനോ നോക്കാനോ ഒന്നും പറ്റില്ല. അത് തന്നെയല്ല ആദിയുടെ കാര്യം അമ്മ തന്നെ നോക്കണം. അങ്ങനെയുള്ളപ്പം ഈ ടെൻഷൻ അടിച്ച് വീണ് കിടന്നാൽ എങ്ങനെയാ? ഞാൻ എന്തായാലും പോവുക. ശ്രുതി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ മീരയുടെ കൂടെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ശ്രുതിക്ക് മനസ്സിലായി ഞാൻ മീരയുടെ കൂടെ ഇല്ലയെന്ന്. ഏതായാലും ഞാൻ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ പോയി കഴിയുമ്പം വീട്ടിൽ ചെല്ലുമ്പം നമ്മുടെ ശ്രുതിക്ക് നല്ല ദേഷ്യം തോന്നുകയാണ് ശ്രുതിയോട്. അപ്പോൾ ശ്രുതി ഒരു മാലയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഒരുമാതിരി ഒരു മാല, പൂജയൊക്കെ ചെയ്ത് കിട്ടുന്ന പോലത്തെ ഒരു മാല കൊണ്ടുവരിക. എന്നിട്ട് ഉടനെ ശ്രുതി ചോദിക്കുക, നീ മീരയുടെ അടുത്തായിരുന്നല്ലേ? എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. നീ ഇപ്പം ഇങ്ങനെ കള്ളത്തരം പറയാനും തുടങ്ങി. നീ എവിടെയായിട്ടാ മീരയുടെ അടുത്താണെന്ന് പറഞ്ഞത്? അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാം, അതെ ശ്രുതി, നീ എന്നെ തെറ്റിദ്ധരിക്കുകയോ സംശയിക്കുകയോ ഒന്നും ചെയ്യരുത്. ഞാൻ മീരയുടെ അടുത്ത് തന്നെയായിരുന്നു എന്ന് പറയാം. നുണ പറയരുത്. അല്ല, എൻ്റെ ക്ലയൻറ്റ് മീര. എന്നിട്ട് നീ ഇത്രയും സമയം താമസിച്ചത് എന്താ? ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇത്രയും നേരം നീ ഇരിക്കുമോ? അപ്പോൾ പറയാം, അതെ, ഞാനൊരു കാര്യം ചെയ്യായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്. ദൂരെ ഒരു സ്ഥലത്ത് ജ്യോത്സ്യമൊക്കെ നോക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടിയത് അതേ ഈ മാല എന്ന് പറഞ്ഞ് ഈ മാല കാണിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മാലയ്ക്ക് രസീത് എഴുതിയിട്ട് കിട്ടാൻ ഒരുപാട് താമസിച്ചു. ഒരുപാട് പൂജയും മന്ത്രമൊക്കെ ചെയ്ത് വാങ്ങിയ മാലയാണ് ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇതിട്ടാൽ നിൻ്റെ ദൃഷ്ടിദോഷവും എല്ലാ ദോഷങ്ങളും മാറും. അതിനു വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യിപ്പിച്ചെടുത്തതാ. ഇപ്പം ഈ ക്ഷേത്രം ഭയങ്കര ഫേമസാ. എല്ലാവരും അവിടെ പോയി വഴിപാട് ചെയ്യുന്നുണ്ട്. അവിടെ പോയി ഞാൻ ലേറ്റ് ആയതാ, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാതിരുന്നതും. അതിനിപ്പോൾ ഇത്രയും സംശയിക്കാനും മുഖം വെറുപ്പിക്കാനും എന്താ? ഈ മാല അങ്ങ് കഴുത്തിലേക്ക് ഇട്ടേന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഈ മാലയൊന്നും വേണ്ട, എനിക്കിതിലൊന്നും വിശ്വാസമൊന്നുമില്ല. നീയല്ലേ പറഞ്ഞത് നിനക്കും ഇതിലൊന്നും വിശ്വാസമില്ലാന്ന്? പൂജയിലും മന്ത്രവാദത്തിലും ഒന്നും നിനക്ക് വിശ്വാസമില്ലാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ശ്രുതി ഇതിനൊക്കെ പോയി നിന്നത്? അപ്പോൾ ശ്രുതി പറയാം, എനിക്കും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ അനുഭവമാണ്, സത്യമാണ്. ഇതൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. പലരും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ഒരു ക്ലയൻറ്റ് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം പിന്നെ ഒന്ന് നോക്കാമല്ലോ എന്ന് വെച്ച് പോയതാ. ശരിക്കും സത്യവാ ശ്രുതി, അവിടെ എന്തോ ആളുകളാണെന്നറിയോ? അപ്പോൾ ശ്രുതി പറയാം, കൊള്ളാമല്ലോ, ഇപ്പം നിനക്കും ഇത് വിശ്വാസമായല്ലേ? അല്ല ശ്രുതി, നീ ഒന്ന് ഇട്ട് നോക്ക്, നമ്മുടെ ദോഷങ്ങളൊക്കെ മാറട്ടെ. എല്ലാവർക്കും നമ്മളോട് അസൂയ, പ്രത്യേകിച്ച് ആ സച്ചിക്കും രേവതിക്കും ഒക്കെ. നമ്മൾ നന്നായി വരുന്നത് കണ്ടിട്ട് അവർക്കൊക്കെ നല്ല ദേഷ്യമാണ്. എങ്ങനെയെങ്കിലും തകർക്കാനല്ലേ നോക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങ് വിവരമൊക്കെ മനസ്സിലായി. ശ്രുതി അതൊക്കെ വിശ്വസിക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോട്, ശരിയാ, അത് കൊള്ളാം, നീ ഇപ്പോൾ ഇത് വാങ്ങിയത്. അപ്പം നീ അവിടെ തന്നെ പോയതായിരിക്കുമല്ലോ, അപ്പം എനിക്ക് വിശ്വസിക്കാമല്ലോ എന്ന് പറയുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഞാൻ അവിടെ തന്നെ പോയതാ. അങ്ങനെ ശ്രുതിയും കൂടിയുള്ള ആ പിണക്കവും വിഷമവും ഒക്കെ അങ്ങ് മാറുകയാണ്. അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മുടെ അച്ചമ്മ നാട്ടിൽ നിന്ന് കുറേ ഇത് കൊടുത്തു വിടുവാണ്, നിലക്കടല. 4-5 ചാക്ക് നിലക്കടലയുണ്ട്. അപ്പോൾ ഈ നിലക്കടല ഇങ്ങനെ കൊടുത്തു വിടുമ്പോഴേക്കും അവിടെ കൊണ്ടുവന്ന് വച്ചിരിക്കുക. അപ്പം അത്രയും നിലക്കടലയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ രവി പറയുന്നുണ്ട്, ഇത് ഒരുപാടുണ്ട്, ഇത്രയും നിലക്കടല നമുക്ക് ആവശ്യമില്ല.
ഇത് കൊണ്ടുവന്ന ഒരു ചാക്ക് വല്ലതും നമുക്ക് മതി, ബാക്കി ഇത്ര എണ്ണ ഇവിടെ ഇരുന്ന് വെറുതെ ചീത്തയായി പോവും, ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഓ ഒരു പണിയില്ല, 3-4 ചാക്ക് നിലക്കടല ഇങ്ങോട്ട് കൊണ്ടുവരും, ആ തള്ളയ്ക്ക് ഒരു പണിയില്ല, അവർ ഈ നിലക്കടല മാത്രം ഇങ്ങോട്ട് തന്നിട്ട് വല്ല കാര്യമുണ്ടോ, ബാക്കി മുഴുവൻ വിറ്റ് പെറുക്കി കാശാക്കി മടിയിൽ വെക്കും, അതൊന്നും കുറച്ച് തരില്ല എന്ന് പറയാം. അപ്പം രവി പറയാം, എൻ്റെ ചന്ദ്ര നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇനി എന്താ നിനക്ക് അമ്മ ചെലവിന് തരണോ, നീ എന്തെങ്കിലും അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ, 1 രൂപ കൊടുക്കുന്നുണ്ടോ, അല്ല എന്തെങ്കിലും ഭക്ഷണം തന്നെ മര്യാദയ്ക്ക് നീ കൊടുക്കുന്നുണ്ടോ, എന്നിട്ടാണോ അമ്മയുടെ കയ്യിൽ നിന്ന് പണം കിട്ടാൻ നീ ആഗ്രഹിക്കുന്നത്, അങ്ങനെ എൻ്റെ അമ്മ ഇനിയും നിനക്ക് പണം ഉണ്ടാക്കി തരണോ, അതിൻ്റെ ആവശ്യമൊന്നും അവർക്കില്ല, അവരവിടെ കൃഷി ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർ ജീവിക്കുന്നത്, നമ്മളോട് ആരോടും ഒരു 10 പൈസ ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ ചന്ദ്ര പറയും, ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറയാണ്. അപ്പം രവിയും പറയാം, ആ ഞാനും ഒന്നും പറയുന്നില്ല എന്ന് പറയാണേ. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, അതിനെന്താ നിലക്കടല നല്ലതല്ലേ, നമുക്ക് കുറച്ചൊക്കെ എടുക്കാന്നേ എല്ലാവർക്കും, അതിനുശേഷം ബാക്കിയുള്ളത് അയലൊക്കത്തൊക്കെ ആർക്കെങ്കിലുമൊക്കെ അങ്ങ് കൊടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അതും ഇഷ്ടപ്പെടുന്നില്ല, അയലൊക്കക്കാർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുക. അപ്പോഴേക്കും ചന്ദ്ര പറയും, ഓ ഈ നിലക്കടല ഇവളിനി ഇവളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തോളും, അതിനി ആരും പറയുമൊന്നും വേണ്ട, അവിടെയുള്ളത് ദരിദ്രവാസികളല്ലേ, അവരെല്ലാവരും കൂടി ഈ നിലക്കടല അങ്ങ് തിന്നോളും, അതുമല്ല ഇവരുടെ വീട്ടിലുള്ളവരെ ഈ നിലക്കടല അടിയെ വെച്ച് ഇത് തിന്നോണ്ട് വേണം ഇരുന്ന് മാല കെട്ടിക്കോളൂ എന്ന് പറയാം. അപ്പം രേവതി പറയുന്നുണ്ടേ, അതെ എൻ്റെ വീട്ടിൽ ആർക്കും ഒരു തുള്ളി പോലും നിലക്കടലയുടെ ആവശ്യമില്ല, കാരണം അത് തിന്നിട്ടൊന്നും മാല കെട്ടാൻ അവിടെ ആരുമില്ല, ആർക്കും അതിനൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഒരു നിലക്കടല പോലും എൻ്റെ വീട്ടുകാർക്ക് വേണ്ട എന്ന് പറയാം. അപ്പം സച്ചി പറയുന്നുണ്ട്, അതങ്ങനെ നീ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പം ഉടനെ രേവതി പറയാം, പിന്നെ ഞാനൊരു കാര്യം പറയാം, കുറച്ച് നിലക്കടല എനിക്ക് വേണം, അത് ആദിക്ക് കൊണ്ട് കൊടുക്കാനാ, ആ കുട്ടി വീട്ടിലുണ്ട്, അവനത് ഭയങ്കര ഇഷ്ടമായിരിക്കും, കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമല്ലേ എന്ന് പറയാം. അപ്പം സച്ചിയും പറയാം, ശരിയാ ആദ്യ മോന് കുറച്ച് അധികം നിലക്കടല കൊണ്ട് കൊടുക്കാം, കാരണം അവന് കുട്ടിയല്ലേ, കുട്ടികൾക്ക് നിലക്കടലയൊക്കെ കഴിക്കുന്നത് നല്ല ആരോഗ്യത്തിനും നല്ലതാ എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് എടുക്കാം, എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ കുറച്ച് നിലക്കടല വേണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ വർഷ, എനിക്കും കുറച്ച് നിലക്കടല വേണം, എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കും കുറച്ച് നിലക്കടല വേണമെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കും വേണം നിലക്കടല, ഞാനും കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്, എൻ്റെ ക്ലയൻസിനൊക്കെ അത് കൊടുക്കണം, അവിടെ ബ്യൂട്ടി പാർലറിൽ വരുന്ന ക്ലയൻസിനൊക്കെ നിലക്കടല കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ രവി പറയാണ്, ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമായല്ലോ, നല്ല കാര്യമല്ലേ, പിന്നെ ഇത് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ കുറ്റം പറഞ്ഞത്, അച്ഛമ്മ സന്തോഷത്തോടെ തന്നു വിട്ടതല്ലേ എന്ന് പറയാം. അപ്പോഴും ചന്ദ്രയുടെ മുഖം ഇങ്ങനെ വാടി കുത്തി ഇരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ അതെ ഇത് നല്ലതാ. അപ്പോൾ ഉടനെ സുധി അവിടെ വന്നിട്ട് പറയും, എനിക്കും വേണം കേട്ടോ കുറച്ച് നിലക്കടല, കുറച്ചല്ല കുറച്ച് അധികം വേണം, പായ്ക്ക് ചെയ്ത് എൻ്റെ കടയിൽ വെക്കണം, ഷോപ്പിൽ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങാൻ വരുന്നവർക്ക് നിലക്കടല ഫ്രീ ആയിട്ട് കൊടുക്കണം, അങ്ങനെ ഗിഫ്റ്റായിട്ട് നിലക്കടല കൊടുക്കുമ്പോൾ ആളുകൾ കൂടുതൽ വന്ന് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകും എന്ന് വലിയ പൊങ്ങച്ചത്തിന് ഇങ്ങനെയൊന്ന് പറയാം. അപ്പോഴേക്ക് സച്ചിയും ശ്രീകാന്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക. എന്നിട്ട് സച്ചി പറയാം, എടാ പൊട്ടാ മണ്ട, നീ എന്തിനാടാ ഇത്രയും പഠിച്ചത്, ഈ നിലക്കടല കൊടുത്താലാണോ ആളുകൾ ടിവിയും ഫ്രിഡ്ജും ഒക്കെ വാങ്ങാൻ വരുന്നത്, നിലക്കടല ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതൊക്കെ വാങ്ങാനായിട്ട് കയറുമോ, നീ എന്താടാ ഇതെന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ഉടനെ രേവതിയോട് പറയാം, രേവതി നിൻ്റെ ഭർത്താവ് സച്ചി എന്തിനാ എപ്പോഴും എൻ്റെ ഭർത്താവ് ശ്രുതിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, എനിക്കതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ശ്രുതിയെ പൊട്ടാന്ന് എന്തിനാ എപ്പോഴും വിളിക്കുന്നത്, അവൻ ഷോറൂമിലേക്ക് നിലക്കടല വാങ്ങിച്ചതാണോ തെറ്റ്, ബാക്കി നിങ്ങളെല്ലാവരും നിലക്കടല എടുത്തല്ലോ, പിന്നെ എന്താ ശ്രുതിക്ക് വാങ്ങിയാൽ, അവനെ ഏത് നേരവും നിൻ്റെ ഭർത്താവ് കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക, എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രേവതിയും പറയാം. അങ്ങനെ നിലക്കടലയുടെ കാര്യത്തിലൊക്കെ തീരുമാനമായി, എല്ലാവരും അവനവൻ്റെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം ആദിക്ക് കൊണ്ട് നിലക്കടല കൊടുക്കണം എന്ന് രേവതി പറയുകയാണേ. അടുത്ത ദിവസം തന്നെ ആദിയുടെ അടുത്ത് പോയി അവന് കുറച്ച് നിലക്കടല കൊടുക്കണം എന്ന് പറഞ്ഞത് കേൾക്കുമ്പം ശ്രുതിയുടെ നെഞ്ചിലൊരു ആളലാവുക. ശ്രുതിയാണെങ്കിൽ അന്നേരം മനസ്സിലിങ്ങനെ വിചാരിക്കുക, ദൈവമേ ഇവരിനി ആദിയുടെ അടുത്ത് പോവാണോ, ആദിയുടെ അടുത്ത് പോയി അവനെ കാണാനാ, അവനെ കണ്ട് നിലക്കടല മാത്രമല്ല കൊടുക്കുന്നത്, ചിലപ്പോൾ അവനെ ദത്തെടുക്കാനും ശ്രമിക്കും, അന്ന് പറഞ്ഞതാ ആദ്യം ഇവർ ദത്തെടുത്തോളാന്ന്, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നേച്ച് ആദ്യം ദത്തെടുക്കുമോ, വേണ്ട അവനെ അവിടുന്ന് മാറ്റാൻ തന്നെ അമ്മയോട് പറയാം, അവനെ ഇവർ കാണണ്ട എന്നിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് ചെന്നിട്ട് ഫോൺ വിളിക്കുകയാണ് വിമലയെ. അപ്പോൾ വിമല വീട്ടിലിങ്ങനെ കിടപ്പാണ് കേട്ടോ, വയ്യായികയായിട്ട് കിടക്കുകയാണ്. അപ്പം വിമല ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണി നീ എന്തിനാ ഇപ്പം വിളിച്ചേ, അതമ്മേ ആ സച്ചിയും രേവതിയും കൂടെ നാളെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്, ആദ്യമേ കാണാൻ കുറച്ച് നിലക്കടലയൊക്കെ ആയിട്ടാണ് വരുന്നത്, അങ്ങനെ വന്നു കഴിയുമ്പോഴേ ആദ്യം അവിടെ കാണരുത്,
അപ്പം വിമല ചോദിക്കുക, പിന്നെ ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞിനെ ഞാൻ എങ്ങോട്ട് പറഞ്ഞു വിടും? അപ്പോൾ പറയാം, അമ്മ നമ്മുടെ ബന്ധുക്കളുടെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് അവനെ നിർത്തണം, അവൻ അവിടെ ഉണ്ടാകാൻ പാടില്ല, അവനെ കണ്ടു കഴിഞ്ഞാലേ ഇവർക്ക് ദത്തെടുക്കണമെന്ന് പറയും, അങ്ങനെ ദത്തെടുത്താലേ അത് ശരിയാവില്ല, എൻ്റെ കുഞ്ഞിനെ ആരും ദത്തെടുക്കുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറയാം. അപ്പം ഉടനെ തന്നെ ശ്രുതിയുടെ അമ്മയും പറയുന്നുണ്ട്, ഞാൻ അവനെ മാറ്റി നിർത്തണോ കല്യാണി, മാറ്റി നിർത്തണം, അവൻ ഏതെങ്കിലും ബന്ധു വീട്ടിൽ കൊണ്ട് നിർത്ത്, രേവതിയും സച്ചിയും വരുമ്പം അവൻ ഇവിടെ ഇല്ലാന്നും ബന്ധു വീട്ടിലാണെന്നും 3-4 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂന്നും എനിക്ക് നോക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവിടെ കൊണ്ട് നിർത്തിയതെന്നും ഒക്കെ അങ്ങ് പറഞ്ഞാൽ മതി, സച്ചിയും രേവതി അവനെ കാണണ്ട, ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശരിയെന്ന് പറയുകയാണ് കേട്ടോ വിമലയും. അങ്ങനെ വിമല അങ്ങനെ തന്നെ ചെയ്യാണ്. ആദ്യം ഒരു ബന്ധു വീട്ടിലേക്ക് മാറ്റുകയാണ്, സച്ചിയും രേവതിയും വരുമ്പം കാണണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ. അതേസമയം നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ബർഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബർഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം വർഷ അതെടുത്ത് കഴിച്ചിട്ട് പറയുന്നുണ്ട്, ആ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ അഭിനന്ദിക്കുക. എന്നിട്ട് അതിലൊരെണ്ണം എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതിയുടെ കയ്യിൽ. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇത് കഴിച്ചു നോക്കിക്കേ, ശ്രീകാന്ത് ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതെ അതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സച്ചിക്കും കൊടുക്കുക. അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട്, നല്ല സൂപ്പർ ബർഫിയാണ് കേട്ടോ എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എല്ലാവരും എടുത്ത് കഴിച്ചോളാൻ പറയുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏതായാലും നാളെ നമ്മൾ പോവല്ലേ ആദിക്കുട്ടനെ കാണാൻ, ആദിക്കുട്ടനെ കാണാൻ പോകുമ്പോൾ നമ്മൾ കുറച്ച് നിലക്കടല കൊണ്ടുപോകുന്നുണ്ട്, ആ കൂടെ കുറച്ച് ബർഫി കൂടി കൊണ്ടുപോയാലോ, ബർഫി ഇല്ലേന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ദേ ബർഫിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ആദിക്ക് വേണമെങ്കിൽ കൊടുത്തോ, നിങ്ങളും ആവശ്യത്തിന് കഴിച്ചോ എന്ന് പറയാം. അപ്പോൾ രേവതിയോട് സച്ചി പറയുന്നുണ്ട്, അതും കൂടി എടുത്ത് വയ്ക്കും, നമുക്ക് ആദിക്ക് കൊണ്ടുപോകാമെന്ന് പറയാം. വർഷയും പറയുന്നുണ്ട്, ശരിയാ, ആദ്യം മോന് കൊടുക്കുക, അവനിത് ഇഷ്ടപ്പെടും, കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ, നല്ല മധുരമല്ലേ, അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും, അവന് സന്തോഷമാവും, എടുത്തോളാൻ പറയാം. അങ്ങനെ നിലക്കടലയും ആ ബർഫിയും ഒക്കെ എടുത്ത് സെറ്റാക്കി വയ്ക്കുകയാണ് സച്ചിയും രേവതിയും കൂടെ, അടുത്ത ദിവസം തന്നെ ആദ്യം കാണാൻ പോകാൻ. ഇതേ സമയം നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ആകപ്പാടെ അങ്കലാപ്പും ദേഷ്യവും ഒക്കെ ആയിട്ട് ശ്രുതിയോടങ്ങ് ദേഷ്യപ്പെടുക. ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ശ്രുതി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ നിന്നോട് എന്ത് ചെയ്തിട്ടാ? ഇല്ല, ആരും എന്നെ ഒന്നും ചെയ്തില്ല, എനിക്കങ്ങ് ദേഷ്യം വന്നിട്ടാ, ഈ സച്ചിയും രേവതി ആരാണെന്ന് അവരുടെ വിചാരം, അവരെല്ലാത്തിലും ചെന്ന് തലയിടാൻ എന്നൊക്കെ പറയാം. ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം എന്തിനാ അവരുടെ കാര്യം ഇവിടെ എടുത്തിട്ടത്, അതൊന്നും നമ്മൾ സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ രാവിലെ തന്നെ സച്ചിയും രേവതിയും കൂടെ പോവാം. അങ്ങനെ അവിടെ ചെല്ലുകയാണ് ശ്രുതിയുടെ വീട്ടിൽ. അവിടെ ചെല്ലുമ്പം വിമലയാണെങ്കിൽ ഇങ്ങനെ കട്ടിലിൽ കിടക്കുക കേട്ടോ, ഒരു നേഴ്സ് ഇങ്ങനെ നോക്കാനുമുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ ഉടനെ ചെല്ലുമ്പോഴേ സച്ചിൻ രേവതി ഓടി ചെല്ലുക, അയ്യോ എന്ത് പറ്റി, ആദിമോൻ്റെ അമ്മൂമ്മയ്ക്ക് എന്താ പറ്റിയത്, ഇപ്പോൾ ഇത്രയും വയ്യാതായെന്ന് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ വിമല പറയുന്നുണ്ട്, എനിക്കൊരു ചെറിയ തലകറക്കമൊക്കെയാണ്, BP ഒക്കെ കൂടിപ്പോയി, അതുകൊണ്ടാണ്, പ്രായം ചെന്ന് വരികയല്ലേ എന്ന് പറയാം. അപ്പോൾ പറയുന്നുണ്ട്, ആദിമോൻ എവിടെയെന്ന് ചോദിക്കുക. അപ്പം വിമല പറയാം, അതെ എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് 2 ദിവസമായിട്ട് അവനെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാക്കിയിരിക്കുക, 2-3 ദിവസം കൂടെ അവൻ അവിടെ നിന്നിട്ടേ വരുള്ളൂ, എനിക്കിപ്പോൾ അവനെ കുട്ടിയെ നോക്കാനൊന്നും വയ്യല്ലോ, അവൻ്റെ പുറകെ ഓടാനും നടക്കാനും ശ്രദ്ധിക്കാനും ഒന്നും പറ്റാത്തതുകൊണ്ടാണ്, പ്രായമായില്ലെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചിൻ രേവതിയും പറയാം, അതെ ശരിയാ, ആദിയുടെ അമ്മൂമ്മയ്ക്ക് പ്രായമായി, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു ആദിയുടെ അമ്മൂമ്മയോട്, ആദിയെ ഞങ്ങൾ ദത്തെടുത്തോളാന്ന്, ഞങ്ങളുടെ പൊന്നു മോനെ പോലെ ഞങ്ങൾ അവനെ നോക്കിക്കോളാം, ഇനിയിപ്പം ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലും അവനാ ഞങ്ങളുടെ മൂത്ത മോൻ, അവനെ ഞങ്ങളുടെ മൂത്ത മോനായിട്ട് സന്തോഷത്തോടെ ഞാൻ നോക്കിക്കോളാം, ആദിയുടെ അമ്മൂമ്മ സമ്മതിച്ചാൽ മതി എന്ന് പറയുകയാണേ. അപ്പോൾ വിമലയ്ക്ക് സന്തോഷമൊക്കെ ആവുകയാണ്, ഇവർ ഇത്രയും സ്നേഹത്തോടെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മനസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറയുമ്പം വിമല പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമുള്ളൂ, നിങ്ങൾ അവനെ നന്നായിട്ട് നോക്കുമെന്നും എനിക്കറിയാം, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഉടനെ ദത്ത് കൊടുക്കാൻ എന്ന് പറയുമ്പം സച്ചിൻ രേവതി പറയാം, ഉടനെ വേണ്ട, ശരിക്കും ആദിയുടെ അമ്മൂമ്മ ആലോചിച്ചിട്ട് മതി, അല്ലാതെ ഒറ്റയ്ക്ക് കുട്ടിയെ നോക്കാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവില്ലേ, പിന്നെ ആദ്യം ഞങ്ങളുടെ കൂടെയാണെങ്കിലും എപ്പോൾ അവനെ കാണണമെന്ന് വെച്ചാലും ഞങ്ങൾ കൊണ്ട് കാണിച്ചോളാന്നേ, നന്നായിട്ട് അവനെ നോക്കി പഠിപ്പിച്ചോളാന്നേ എന്നൊക്കെ പറയുമ്പം നല്ല സന്തോഷമാകുക വിമലയ്ക്ക്. അങ്ങനെ അവർ പോരുവാണ്, സച്ചിൻ രേവതി അവിടെ നിന്ന് ഇതെല്ലാം കൊടുത്തിട്ട് തിരിച്ച് പോരുക, ഇനി ആദ്യം വരുമ്പോൾ ഞങ്ങൾ വരാമെന്നും പറഞ്ഞിട്ടേ. അപ്പം വിമല ഉടനെ തന്നെ ഫോൺ വിളിക്കുക ശ്രുതിയെ, എന്നിട്ട് പറയാം, സച്ചിൻ രേവതിയും വന്നു, ഇന്നുപോലെ പറഞ്ഞു ആദിമോനെ ദത്തെടുത്തോളാന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുക, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു, അവനെ ദത്ത് കൊടുക്കാമെന്ന് പറഞ്ഞോ. അപ്പോൾ ഉടനെ വിമല പറയാം, കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിനക്കെന്താ, അവനെ ആരാ നോക്കാനുള്ളത്, എനിക്കിപ്പോൾ വയ്യാതായി, ഇനി ഞാനില്ലാതായാൽ അവൻ്റെ കാര്യങ്ങൾ ആര് നോക്കും, നീ ഇപ്പോഴും അവിടെ പറഞ്ഞിട്ടില്ലല്ലോ അവൻ്റെ കാര്യം, പിന്നെ ആര് നോക്കും, അനാഥ കുഞ്ഞിനെ പോലെ നടക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരിക, അമ്മ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വയ്യെങ്കിൽ നോക്കണ്ട, ഞാൻ എവിടെയെങ്കിലും ആക്കിക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, അവനെ സച്ചിക്കും രേവതിക്കും ദത്ത് കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല, അമ്മയ്ക്ക് അതല്ലേ സുഖം, അവനെ അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ അമ്മയ്ക്ക് അവൻ്റെ കാര്യമൊന്നും അറിയണ്ടല്ലോ എന്ന് പറയാം.
അത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരികയാണ് നമ്മുടെ വിമലയ്ക്ക്. വിമല 4 വർത്തമാനം ശ്രുതിയോടും പറയുന്നുണ്ട്. നീ എന്താടി, നീ ഇതുവരെ നീ ആ വീട്ടിൽ പറഞ്ഞോ നിൻ്റെ കുഞ്ഞിനെ കുറിച്ച്? നിൻ്റെ കുഞ്ഞല്ലേ അവൻ, നിൻ്റെ സോരയല്ലേ, എന്നിട്ട് ആ ഒരു സ്നേഹം അവന് കൊടുക്കുന്നുണ്ടോ, അവനെ നോക്കുന്നുണ്ടോ? എനിക്കെന്തെങ്കിലും വന്നു പോയാൽ ആ കുഞ്ഞിന് ആരാ ഉള്ളത്? നീ അവനെ തെരുവിലേക്ക് തന്നെ ഇറക്കി വിടുകയല്ലേ? അല്ലെങ്കിൽ നീ പറയില്ലായിരുന്നോടി എന്നൊക്കെ ചോദിച്ച് ശ്രുതിക്ക് നല്ല കണക്കിന് തന്നെ കൊടുക്കുകയാണ് നമ്മുടെ വിമല കേട്ടോ. അതായത് ശ്രുതിയുടെ അമ്മയും ആദിയുടെ അമ്മൂമ്മയൊക്കെ. അങ്ങനെ നല്ല രസകരമായ എപ്പിസോഡാണ് ഈ അടുത്ത് തന്നെ വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്